വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ സംസ്ഥാന സർക്കാർ ഉടൻ നിയമിച്ചേക്കില്ല. ഒരു മതത്തിന്റെ പ്രശ്നത്തിൽ മറ്റു മതസ്ഥർ ഇടപെടുന്നത് ശരിയല്ല എന്ന മുൻനിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. ഒരു മതത്തിന്റെ പ്രവർത്തനത്തിൽ മറ്റു മതസ്ഥർ ഇടപെടുന്നത് ശരിയല്ല എന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം പറയുകയും ചെയ്തു. ആ നിലപാടിൽ അന്നും ഇന്നും മാറ്റമില്ല എന്നും PM.A. സലാം പറഞ്ഞു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പാർലമെന്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ മറ്റു സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വഖഫിൽ മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നത് ശരിയല്ല എന്ന വാദം അന്നും ഇന്നും മുസ്ലിം ലീഗിന് എന്നും ഉണ്ടാവും. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഈ തരത്തിൽ പുനഃസംഘടിപ്പിച്ചാൽ, അതായത് മുസ്ലിം ഇതര വിഭാഗത്തിൽ പെടുന്ന രണ്ടുപേരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ ഇപ്പോൾ ഒരുമ്പെട്ടാൽ ചരിത്രത്തിൽ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ എടുത്തു പറയുന്ന ഒന്നായിരിക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുസ്ലിം ലീഗ് കൂടി അധികാരത്തിൽ പങ്കാളിയായിരുന്നപ്പോഴാണ് ആദ്യമായി ബോർഡിലേക്ക് മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ടത് എന്നത് ലീഗ് അപകടം തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് ലീഗ് വ്യക്തമാക്കുന്നത് അന്നും ഇന്നും എന്നും ഒരേ നിലപാട് മാത്രമാണ്. അതായത് ഒരു വിഭാഗത്തിന്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു സമുദായങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ടുള്ള പ്രതികരണം PM.A. സലാം ഉൾപ്പെടെ ഇന്ന് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. കോടതിയിൽ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 അമുസ്ലിങ്ങളെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പരിശോധിക്കാമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇക്കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ്, കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ലീഗ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് PM.A. സലാം ഉൾപ്പെടെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു സമുദായത്തിന്റെ വിഷയം അത് ആ സമുദായത്തിന്റെ ആളുകൾ നേതൃത്വം കൂടി ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ മറ്റ് മതസ്ഥരോ സമുദായക്കാരോ വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലീഗിന്റെ നിലപാട്. ഇതിനു മുമ്പും ഈ നിലപാട് തന്നെയായിരുന്നു ലീഗ് സ്വീകരിച്ചിരുന്നത്. ഇനി അങ്ങോട്ടും മുന്നോട്ടും ഇതേ നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. അപ്പോഴും സംസ്ഥയിൽ ഉൾപ്പെടെ വിഭിന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ലീഗിൽ ഒറ്റ സ്വരം മാത്രമേ ഉള്ളൂ, ലീഗിന്റെ നിലപാട് ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് PM.A. സലാം ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. മാധു, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ബോർഡിലെ നിയമനവുമായി തൽക്കാലം സർക്കാർ മുന്നോട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു.